ഹായ് ഓൾ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ലൊരു വൈറലായിട്ടുള്ള ഒരു എഗ്ഗിൻ്റെ റെസിപ്പിയാണ്. ഒരു എഗ് ഫ്രൈ ആണ്, മുട്ടയ്ക്കുള്ളിൽ മുട്ട. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു. കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടാവും. അവർക്കൊക്കെ സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഒരു പുഴുങ്ങിയ മുട്ട വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഒരു മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു കുഴിയുള്ള പാത്രം വേണം. ഈ ഒരു റെസിപ്പിക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ടൈപ്പുള്ള പാത്രമാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച പുഴുങ്ങിയ മുട്ടയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഏകദേശം മുട്ട 2 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ടയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടി കൈവച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി, ഇവിടെ ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്, അതും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത്. മല്ലിയില ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ആയാൽ അത് ഇതേപോലെ തിരിച്ചിടാം. ഇനി മറ്റേ സൈഡ് ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് മുളക് പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, വീണ്ടും കുറച്ച് ഉള്ളി ചേർത്ത് കൊടുക്കാം, പിന്നെ മല്ലിയിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസും കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെച്ചാൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടെ വൈറലായ നമ്മുടെ എഗ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ ഫ്ലെയിം എപ്പോഴും ലോ ടു മീഡിയത്തിലായിരിക്കണം. അതല്ലെങ്കിൽ പാത്രം നല്ല ചൂടായി കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ടും ഉണ്ടാക്കാം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കിടിലൻ റെസിപ്പി ആയിട്ടുള്ള എഗ് ഫ്രൈ ഒന്ന് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ. തയ്യാറാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യും വേണം. അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുകയും വേണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്